മാതള പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 2 മാതളം എടുക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഈ പുഡിങ്ങിന് വേണ്ടി 2 മുട്ടയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ ജ്യൂസ് ഒന്നുകൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡും 2 മുട്ടയും ചേർക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചതിന് ശേഷം നെയ്യ് തടവിയ ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡിലും മധുരം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവിയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു അടപ്പ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഈ പുഡിംഗ് ഒഴിച്ച പാത്രം വെച്ച് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ചൂട് നന്നായിട്ട് മാറാനായിട്ട് കുറേ സമയം മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം.